ഈ ബ്രിജ്ഭൂഷണെ ഒന്ന് തള്ളി പറയാൻ തയ്യാറാവാത്ത BJP ആണ് ഇത്തരത്തിൽ ധാർമ്മികതയുടെ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രശാന്ത് പറയൂ. ഇതിനകത്ത് എനിക്ക് ചെറിയൊരു സംശയമാണ്, ഈ പറഞ്ഞു വന്നതിൽ ചെറിയൊരു സംശയമാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനോ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനോ KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനോ സാധിക്കില്ല, അവരുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം അദ്ദേഹം ഇത്തരത്തിൽ ഒരു ലൈംഗികമായ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോൺഗ്രസിന് ബോധ്യമുള്ള സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിലോ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലോ പറയുന്ന ആളുകളാണ് പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്ന് പറയുന്നത്. വാർത്ത വരുന്ന ഘട്ടത്തിൽ ഒന്നും മനസ്സിലാവില്ല, നമുക്ക് ഈ ചർച്ച മനസ്സിലാവില്ല. ടോഫിക്കിലേക്ക് വരാം. പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ടോഫിക്കിലേക്ക് വരാം. ടോഫിക്ക് തുടരുക. എന്ന് സംബന്ധിച്ച് എനിക്കറിവില്ല, അത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. പ്രശാന്ത്, ഞാനൊന്ന് പറയാം. ഇവിടെ VD സതീശനാണ്, അദ്ദേഹത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച പരാതിയിൽ ഒരു പിതൃതുല്യനെ പോലെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഗൗരവകരമായ ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞത് VD സതീശനാണ്. പരാതി എനിക്ക് ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചു എന്ന് പറഞ്ഞത് VD സതീശനാണ്. VD സതീശന് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് യാതൊരുവിധ അർത്ഥമില്ല. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുൻപിലാണ് VD സതീശൻ ഇത്തരത്തിൽ പറഞ്ഞത്. 2, ഞാനിവിടെ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന് ആവശ്യമില്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് അദ്ദേഹം പ്രവർത്തിക്കുവാൻ യോഗ്യനല്ല എന്ന് കോൺഗ്രസിന് ബോധ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആ പരിപാടിയിൽ അദ്ദേഹത്തെ അടുപ്പിക്കാൻ പറ്റില്ല, കോൺഗ്രസിൻ്റെ പരിപാടിയിൽ കയറ്റാൻ അദ്ദേഹത്തിനെ കൊള്ളില്ല. പക്ഷെ പാലക്കാട്ടുകാർ വേണമെങ്കിൽ സഹിച്ചോളൂ എന്ന് പറയുന്നതിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പുറത്തു വരുന്നത്.